പൗച്ചേട്ടാ ദേ ജവാൻ വന്ന്. ഇങ്ങനെ ടീച്ചറെ പോലൊന്നുമല്ല, ചുമ്മാ ചൊറിഞ്ഞോണ്ട് വരും. വേഗാട്ടെ. രണ്ടാൾക്കും സാധകം പോരാ കേട്ടോ. ഞാൻ സാധകം ചെയ്യാറുണ്ട് മാഷേ. പോരാ അതൊന്നും പോരാ. ശരി, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാ ജവാനെ, എന്തൊക്കെയുണ്ട്? ജവാൻ ദേഷ്യത്തിലാണല്ലോ. ടീച്ചറെ നെറ്റ് ശരിയാ നോക്കിയേ. നോക്കട്ടെ ജെയിംസ്. വേണ്ട, അവന്റെ ഒരു ഓണടി. അച്ഛാ നെറ്റ് വന്നു. ആഹാ, അപ്പൊ ഇനി തിന്നാനും കുടിക്കാനൊന്നും വേണ്ടല്ലോ. ഗിരിയേട്ടാ, ചായ ഫ്ലാസ്കിലുണ്ട്, എടുത്ത് കുടിച്ചു വെക്കണേ. എനിക്ക് കേരളപ്പിറവിയുടെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഹലോ ഷംസു. പറ. ഇവിടെ റൗട്ടർ കംപ്ലൈന്റ് ആയിരുന്നു, ഇതാ കേറുക. അവളുടെ ഒരു ശംശു. തള്ളയ്ക്ക് മോക്ക് ഓൺലൈൻ ഭ്രാന്ത. മോളെ പോയി കുളിച്ചേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1956 നവംബർ 1 കേരളം ഒരു സംസ്ഥാനമായി രൂപം കൊണ്ടത്. എന്നാൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാഷ, നമ്മുടെ മലയാള ഭാഷ കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് ബന്ധിതരായ അതിന്റെ പേരുകൾ അന്വേഷിച്ചു പോയാൽ ഒരുപക്ഷെ രാമചന്ദ്രൻ സോറി ഗിരിയേട്ടാ. വലിയൊരു നമസ്കാരം പറയാതെ വയ്യ. സഹ്യ പർവ്വതത്തിനും സമുദ്ര തീരത്തിനും ഇടയിൽ കിടക്കുന്ന സസ്യശ്യാമള കോമളമായിട്ടുള്ള ഈ ഭൂപ്രകൃതി, നമ്മുടെ അമ്മ മലയാളം, ആദ്യമായി അമ്മയെന്ന് മലയാളത്തിലൊരു കുഞ്ഞ് ഉച്ചരിച്ച നിമിഷം മുതൽ, ആദ്യമായി മോനെ മോളെ എന്ന് അമ്മയും അച്ഛനും വിളിച്ച് വാത്സല്യപരമായ ആ നിമിഷം മുതൽ മലയാളത്തിൽ സംസാരിക്കുന്നതിന് പിഴയിലാക്കുന്ന, പക്ഷേ ലോകത്തിൽ മാതൃഭാഷയിൽ സംസാരിക്കുന്നതിന് പിഴ നൽകേണ്ടി വരുന്ന
പ്രത്യേകിച്ചും ഒരു സ്കൂളിനുള്ള സന്ദേശത്തിൽ എന്ന് ഞാൻ കരുതുന്നു. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ മറ്റുള്ള ഭാഷകൾ അമ്മ എണ്ണ തരുവോ? എണ്ണ വെക്കുന്നതേ രാവിലെയാ, നീ ഇപ്പൊ മേല് കഴുകിയാ മതി. അമ്മ വാ. വാശി പിടിക്കില്ലേ ദിയ, പോയി കുളിച്ചേ. ഞാൻ ഈ മീറ്റിംഗ് ഒന്ന് തീർക്കട്ടെ. അച്ഛൻ എങ്ങോട്ട് പോവാ? ഗിരിയേട്ടാ, ഈ കവല വരെയല്ലേ പോണുള്ളൂ, അതിന് ഈ അലക്കി തേച്ച ഡ്രസ്സ് വേണോ? നീ അവിടെ കമ്പ്യൂട്ടറും കുത്തി കളിച്ചിരുന്നാ മതി. എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാ ഞാൻ ഇടുന്നത്. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. അമ്മയെ പോലെ നെറ്റ് ഉരുട്ടി വിഴിഞ്ഞാലേ വിശപ്പ് മാറൂല. പോയി വല്ലതും കഴിക്കും കേട്ടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പൂ ഈ വീട്ടിൽ കയറ്റണമെന്ന്. ഇനി പറിച്ചിട്ടുണ്ടാവില്ല. അവളുടെ ഒടുക്കത്തില്ല മുല്ലപ്പൂ. അമ്മേ, ഈ അച്ഛൻ എന്താ മുല്ലപ്പൂവിനോട് ഇത്ര ദേഷ്യം? അതെ, ആ പെണ്ണിന്റെ തലയിലെ മുല്ലപ്പൂ ഒന്ന് അഴിച്ചു മാറ്റണേ. ജവാന് മുല്ലപ്പൂ അലർജിയാ. അപ്പോ ഇന്നത്തെ പൈതലോട്ട് സ്പോൺസർ ചെയ്ത നമ്മുടെ എല്ലാവരുടെയും ചങ്കായിട്ടുള്ള ജവാൻ ഗിരിക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനം. ദാ, തൊണ്ട് കളഞ്ഞ വെളുത്തുള്ളി. ഇതായിരുന്നാ എന്റെ വീട്ടിലൊരു കുപ്പി നിറച്ചു ഇത് തന്നെയാ. എന്തായാലും എന്റെ ശീലങ്ങളൊന്നും നിങ്ങൾ മറന്നില്ലല്ലോ. അത് കൊള്ളാം, ഞങ്ങള് മറക്കോ? എടാ ചക്കരെ, നിന്റെ സന്തോഷമില്ലടാ ഞങ്ങളുടെ സന്തോഷം. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, അതിർത്തി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇവനെന്തിനാ നാട്ടിൽ വന്ന് പണിക്ക് പോണേ? അല്ലാതെ ഞാൻ വീട്ടിലൊറ്റയ്ക്ക് കുത്തിരുന്നിട്ട് എന്ത് ചെയ്യാനാ? കൊച്ചും പെണ്ണും പിള്ളേം കാലത്ത് തന്നെ സ്കൂളിൽ പോകും. തിരിച്ചു വന്നാലോ കമ്പ്യൂട്ടറായി, ഓൺലൈൻ ക്ലാസ് ആയി, മൊബൈലായി. അത് ഓഫി. ഇപ്പൊ ഈ ജോലിയാണെങ്കിൽ ഉണ്ടല്ലോ 10 ആളെ കണ്ട് ബാങ്കിൽ വെക്കാം. ആ, അത് ശരിയാ. വെറുതെ വീട്ടിലിരുന്ന് തുരുമ്പ് പിടിക്കണ്ടല്ലോ. ബാബുക്കുട്ട, അടുത്ത വഴി. എന്റെ ക്ലാസ് തന്നെ. തരും തരും. എടാ ഗിരി, എടാ ഗിരിയേ, നീ മുത്താടാ, മുത്തുക്കട. ഈ മിലിറ്ററി കോട്ട കഴിക്കുന്ന സുഖം നാട്ടിലെ ഒരു കോപ്പ് കഴിച്ചാലും കിട്ടത്തില്ല. അച്ഛൻ എന്തോ പറയാനുണ്ട്? ഈ പൈതലോട്ട് ഗംഭീരാക്കാൻ വേണ്ടിട്ട് ഗിരിയുടെ വക ഒരു അടിപൊളി പാട്ട്. നിർത്ത് തുടങ്ങാൻ വരട്ടെ. ഇച്ചായ, അങ്ങനെ വെറുതെ പാടാൻ പറ്റൂല. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വേണം പാടാൻ. വെടിക്കെട്ടോ? എവിടെ? വെടിക്കെട്ടല്ലടാ ജൂനിയറെ, ഡെഡിക്കേറ്റ്. എടാ, അതായത് നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് സ്വൈര്യക്കേട് ഉണ്ടാക്കാതെ ബിവറേജുകളിൽ പോയി അനുസരണാപാലന്മാരായി മദ്യം വാങ്ങി നമ്മുടെ സർക്കാരിനെ സഹായിക്കുന്ന ഇന്നാട്ടിലെ മുഴുവൻ നല്ലവരായ കുടിയന്മാർക്കും വേണ്ടി ഈ പൈതലോട്ട് പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.